എനിക്ക് നാട്ടിൽ ആരോടെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ ആരോടും പറയാം, കഴിഞ്ഞ് പറഞ്ഞിട്ടാ വെറുതെ പ്രശ്നമാക്കുണ്ടായി. അത് അസലം അതിൽ വരുന്നുണ്ടല്ലോ, നീ അവനോട് വല്ലതും പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല, പറയല്ലേ, അവനെ അറിയിക്കണ്ട. അവൻ്റെ വരവ് കണ്ടിട്ടേ അവൻ അറിഞ്ഞ വേണ്ട. ഞാനിവിടെ നിൽക്കണില്ല, എനിക്ക് തല്ലുകൊള്ളാൻ വയ്യ. എനക്കെന്തെങ്കിലും പറ്റിയാൽ ആദ്യം എന്നോട് പറയണം, വേറെ ആരെയും പറഞ്ഞിട്ടല്ല ഞാൻ അറിയണ്ട. വിളി ഓനെ വിളി, നീ വിളി ഓനെ, ഓനെ ഫോണിട് വിളി. ഇങ്ങിന്റെ ആരാന്നറിയാം എനിക്ക് വിലടിണ്ടോ ഉണ്ടാ? എടാ നീ എന്താടാ മനസ്സിലാക്കി? നീ ഞങ്ങളെ കൂട്ടത്തിൽ ഒരാളെ തൊട്ടിട്ട് പുരേ പോയി ഒളിച്ചിക്ക. ധൈര്യമായിട്ട് എങ്ങോട്ട് വാടോ, അങ്ങാടിക്ക് വാടോ. എന്നെ ഞങ്ങൾ ഉണ്ടാ കാലത്ത്, എന്നെ ഞങ്ങൾ ഇന്ന് വെട്ടിടാ. ഇനി ഞങ്ങൾ ലോക്കൽ ടീമാ ചർച്ചിട്ടോ. ഇനി അങ്ങോട്ട് വാ, ഞങ്ങൾ പോസ്റ്റ്മേൽ ഇരിക്കുന്നുണ്ട്. ഇനി ഇങ്ങോട്ട് വാ, നീ ധൈര്യം ഉണ്ടോ, ഉളുപ്പുണ്ട്, അങ്ങോട്ട് വാടാ. അല്ലാണ്ട് ആടെയും ഇവിടെയും പോയി കുത്തിക്കുന്നു. എന്നാ ഓരോരുത്തന്മാര് വരൂലേ, അങ്ങോട്ട് വരൂലേ? ഫോൺ എടുത്തില്ല, ഒന്ന് വിളിച്ചു നോക്കാം. ഇനി എടുക്കുകയാണെങ്കിൽ ഉണ്ട്. വിളിച്ചൂടുവയോ? ദാദാ ഫോൺ എടുത്തോ? കുണ്ടങ്ങോട്ട് ഇതെടുത്തിക്കല്ലോ, കുടിക്കലെടുത്തോ. എന്താ പറയാ? ഹലോ, ഞാൻ ഇതിന്റെ ലത്തീഫിന്റെ അല്ല, നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ വിഷയം ഉണ്ടായി പറഞ്ഞ് അങ്ങനെ വിളിച്ചാ? ഇല്ലല്ല, ഓനങ്ങനെ വിഷയം ഉണ്ടാക്കുന്നല്ല, അങ്ങനെ കച്ചവടക്കാരനൊന്നല്ല. അല്ലേ, ഓനിങ്ങനെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ പോകുന്ന ആണില്ലേ? അല്ലേ, വിഷയം ഉണ്ടായിരുന്നെന്ന് പറയാൻ വിളിച്ചാണേ. ഓനാ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം. ഓക്കെ. ഇനി ഓലുമായിട്ടൊരു വിഷയം ഉണ്ടാക്കാൻ പോകുന്നത്. ഇനിയാണ് അങ്ങോട്ട് ഓല ആദ്യം നോക്കി, ഞാനൊന്നല്ല, ഇനിയാണ് നോക്കി പഠിപ്പിച്ചത് എന്നോട് പറഞ്ഞത്. ഇനി അയച്ചാ വിഷയം ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇഞ്ചാ കേസിൽ ഇങ്ങോട്ട് വിളിക്കുകയും ചെയ്യരുത്. അല്ലേ ആരെ വിളിച്ചോ? ഇനി അഞ്ചാറ്റി അടുത്താണ് എന്നോട് പറയുന്നത് കേട്ടോ. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇടപെടുക എന്നുള്ളത് കൂട്ടുകാരൻ